എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിൽ അപേക്ഷിക്കാൻ കഴിയുന്ന കേരള സർക്കാർ ജോലി ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരുപാട് പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് ജോബ് നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓരോ ഓർഗനൈസേഷനും പോസ്റ്റും വേക്കൻസിയും ക്വാളിഫിക്കേഷനും ലാസ്റ്റ് ഡേറ്റും നോക്കാം. ആദ്യത്തേത് മിൽമയിലേക്കുള്ള ജോബ് വേക്കൻസിയാണ്. തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ മിൽമയിലേക്കുള്ള ജോബ് വേക്കൻസിയാണ്. തസ്തികയുടെ പേര് അസിസ്റ്റൻ്റ് വെറ്റിനറി ഓഫീസറാണ്. വേക്കൻസി 2. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇൻ വെറ്റിനറി സയൻസ് ആണ്. ലാസ്റ്റ് ഡേറ്റ് ജനുവരി 29. നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണം. അടുത്ത തസ്തിക കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്കാണ്, കുസാറ്റിലേക്കാണ്. തസ്തികയുടെ പേര് സെക്യൂരിറ്റി ഗാർഡാണ്. വേക്കൻസി 13. ക്വാളിഫിക്കേഷൻ വേണ്ടത് 7ാം ക്ലാസ് പാസ്സാണ്. കൂടാതെ മറ്റ് ക്വാളിഫിക്കേഷൻ വരുന്നുണ്ട്. എക്സ്പീരിയൻസ് ഒക്കെ ആവശ്യമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 17. അടുത്ത ഓർഗനൈസേഷൻ കേരള ഹൈഡൽ ടൂറിസം സെൻറ്റർ ആണ്. തസ്തികകൾ വരുന്നത് ബോട്ട് ഡ്രൈവർ, ലാസ്കർ ഓർ ബോട്ടിംഗ് അസിസ്റ്റൻറ്റ്, ബഗി ഡ്രൈവർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കം ക്ലാർക്ക്, ടൂറിസം ഗാർഡ്, ടൂറിസം വർക്കർ ഓർ ക്ലീനിങ് സ്റ്റാഫാണ്. വേക്കൻസി 21. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് ഉള്ളവർക്കും +2 ഉള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 5. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ്. തസ്തിക വരുന്നത് നാവിക് ജനറൽ ഡ്യൂട്ടി ആൻഡ് നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ചാണ്. 300 വേക്കൻസിയുണ്ട്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്സും +2ഉമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 25. അടുത്തത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSCയുടെ സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. വേക്കൻസി 1129 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 11. അടുത്ത ഓർഗനൈസേഷൻ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് BHEL ആണ്. തസ്തിക വരുന്നത് എഞ്ചിനീയർ ട്രെയിനി, സൂപ്പർവൈസർ ട്രെയിനിയാണ്. വേക്കൻസി 400. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 28. അടുത്തത് RRBയുടെ ഗ്രൂപ്പ് D നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. വേക്കൻസി വരുന്നത് 32,438 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്സും +2ഉമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 22. അടുത്തത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ്. തസ്തിക വരുന്നത് ട്രേഡ് അപ്രൻറ്റിസ്, ടെക്നീഷ്യൻ അപ്രൻറ്റിസ്, ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് ആണ്. വേക്കൻസി 200. ക്വാളിഫിക്കേഷൻ വേണ്ടത് ITI, ഡിപ്ലോമ, ഡിഗ്രിയാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 16. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. തസ്തികയുടെ പേര് അഗ്രികൾച്ചറൽ ഓഫീസറാണ്. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് BSc ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ ഓർ ഹോർട്ടിക്കൾച്ചർ ആണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29. അടുത്തത് യൂക്കോ ബാങ്കിലേക്കാണ്. തസ്തിക വരുന്നത് ലോക്കൽ ബാങ്ക് ഓഫീസർ. 250 വേക്കൻസി ഉണ്ട്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 5. അടുത്തത് കോൾ ഇന്ത്യ ലിമിറ്റഡിലേക്കാണ്. തസ്തിക മാനേജ്മെൻറ്റ് ട്രെയിനിയാണ്. വേക്കൻസി 434. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി കൂടാതെ BE അല്ലെങ്കിൽ BTech ആണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 14. അടുത്ത ഓർഗനൈസേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. തസ്തിക വരുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് ആണ്. മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഓർ ഇൻസ്ട്രുമെൻറ്റേഷൻ ഓർ കെമിക്കൽ ആണ്. വേക്കൻസി 234. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമയാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 14. അടുത്തത് റെയിൽവേക്ക് കീഴിൽ വരുന്ന ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിലേക്കാണ്. തസ്തികകൾ വരുന്നത് ജൂനിയർ മാനേജർ ഫിനാൻസ്, എക്സിക്യൂട്ടീവ് സിവിൽ, എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ, എക്സിക്യൂട്ടീവ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ്. വേക്കൻസി 642. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയും ഡിപ്ലോമയുമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 16. അടുത്തത് കേരള പോലീസിലേക്കാണ്. തസ്തിക പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിയാണ്. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 ആണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29. അടുത്തത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. തസ്തിക വരുന്നത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2.
വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 ഓർ VHSC വിത്ത് ബയോളജി, കൂടാതെ പാസ് ഇൻ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്സും ഡ്രൈവിങ്ങുമാണ്. തസ്തിക വരുന്നത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവറാണ്. വേക്കൻസി 13. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് കേരള ജനറൽ സർവീസ് ആണ്. തസ്തിക ഡിവിഷണൽ അക്കൗണ്ടൻറ്റ്. വേക്കൻസി 11. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29. അടുത്ത ഓർഗനൈസേഷൻ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ്. തസ്തിക വരുന്നത് പ്രൊബേഷണറി എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ ആണ്. വേക്കൻസി 350. ക്വാളിഫിക്കേഷൻ വേണ്ടത് BE അല്ലെങ്കിൽ BTech ആണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 31. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് അനിമൽ ഹസ്ബൻഡറി ആണ്. തസ്തിക വരുന്നത് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 ഓർ പോൾട്രി അസിസ്റ്റൻറ്റ് ഓർ മിൽക്ക് റിക്കോർഡർ ഓർ സ്റ്റോർ കീപ്പർ ഓർ എന്യൂമറേറ്റർ ആണ്. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് BHSC ഇൻ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻ്റ് ആണ്. തസ്തിക ഫോട്ടോഗ്രാഫർ. വേക്കൻസി 1. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്സും കൂടാതെ പ്രൊഫഷൻസി ഇൻ ഫോട്ടോഗ്രാഫിയുമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29. അടുത്തത് HDFC ബാങ്കിലേക്കാണ്. തസ്തിക റിലേഷൻഷിപ്പ് മാനേജർ. വേക്കൻസി 500. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 7. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ്. തസ്തികയുടെ പേര് നേഴ്സ് ഗ്രേഡ് 2 ആയുർവേദ. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്സും ആയുർവേദ സർട്ടിഫിക്കറ്റുമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29. അടുത്തത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് RRBയുടെ നോട്ടിഫിക്കേഷനാണ്. തസ്തിക വരുന്നത് മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറിയാണ്. വേക്കൻസി 1036. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 ഡിഗ്രി ഡിപ്ലോമയാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 6. അടുത്തത് കേരള ആയുർവേദിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സൊസൈറ്റിയിലേക്കാണ്. തസ്തികകൾ വരുന്നത് ലാബ് ടെക്നീഷ്യൻ, ക്ലർക്ക്, LD ടൈപ്പിസ്റ്റ്, ആയുർവേദ തെറാപ്പിസ്റ്റ് ആണ്. വേക്കൻസി 10. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്സും ഡിപ്ലോമയുമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 31. അടുത്തത് ഡയറക്ടർ ജനറൽ ആംഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസിലേക്കാണ്. തസ്തികകൾ വരുന്നത് അക്കൗണ്ടൻറ്റ്, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2, ലോവർ ഡിവിഷൻ ക്ലർക്ക്, സ്റ്റോർ കീപ്പർ, ഫോട്ടോഗ്രാഫർ, ഫയർമാൻ, കുക്ക്, ലാബ് അറ്റൻഡൻറ്റ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, ട്രേഡ്സ്മാൻ മെയ്റ്റ്, വാഷർമാൻ, കാർപ്പൻറ്റർ ആൻഡ് ജോയിനർ, ടിൻസ്മിത്ത് ആണ്. വേക്കൻസി 113. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് +2 ഡിഗ്രി ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 6. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. തസ്തികയുടെ പേര് അസിസ്റ്റൻറ്റ് ടൗൺ പ്ലാനർ. ക്വാളിഫിക്കേഷൻ വേണ്ടത് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ്. വേക്കൻസി 19. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ. തസ്തികയുടെ പേര് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 ആണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29. അടുത്തത് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ CBSEയിലേക്കാണ്. തസ്തിക സൂപ്രണ്ടൻറ്റൻറ്റ് ജൂനിയർ അസിസ്റ്റൻ്റ് ആണ്. വേക്കൻസി 212. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 ഡിഗ്രിയുമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 31. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ആണ്. തസ്തികയുടെ പേര് ഫോറസ്റ്റ് ഡ്രൈവർ. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്സും ഡ്രൈവിങ്ങുമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് കേരള പോലീസ് ആണ്. തസ്തികയുടെ പേര് വുമൺ പോലീസ് കോൺസ്റ്റബിൾ. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ്. ക്വാളിഫിക്കേഷൻ +2. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29. അടുത്തത് കേരള പോലീസിലേക്ക് തന്നെയാണ്. തസ്തികയുടെ പേര് പോലീസ് കോൺസ്റ്റബിൾ. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് പാസ്സാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29. അടുത്തത് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലേക്കാണ്. പോസ്റ്റ് അസിസ്റ്റൻ്റ് ഓർ ഓഡിറ്റർ ആണ്. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29. അടുത്തത് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ്. തസ്തിക അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് പാസ്സാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29. അടുത്തത് കേരള പോലീസിലേക്കാണ്. തസ്തികയുടെ പേര് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിയാണ്. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ്.
അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29. അടുത്ത ഓർഗനൈസേഷൻ ടെക്സ്റ്റൈൽസ് കമ്മിറ്റിയാണ്. തസ്തികകൾ വരുന്നത് ഡെപ്യൂട്ടി ഡയറക്ടർ ലബോറട്ടറി, അസിസ്റ്റന്റ് ഡയറക്ടർ ലബോറട്ടറി, അസിസ്റ്റന്റ് ഡയറക്ടർ EP&QA, സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ, ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ ലാബ്, ഫീൽഡ് ഓഫീസർ, ലൈബ്രറിയൻ, അക്കൗണ്ടന്റ്, ജൂനിയർ ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ ലബോറട്ടറി, ജൂനിയർ ഇൻവെസ്റ്റിഗേറ്റർ, ജൂനിയർ ട്രാൻസ്ലേറ്റർ, സീനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ആണ്. ഇത്രയും തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. വേക്കൻസി 49. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 31. അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിലും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലും ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ഉടൻ തന്നെ അപേക്ഷിക്കാവുന്നതാണ്. ഈ ഓരോ ജോലിയുടെയും സെപ്പറേറ്റ് വീഡിയോസ് ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് യോഗ്യത നോക്കിയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.